ഹായ് എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഗൂഗിൾ ഷീറ്റിൽ നിന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. നമ്മൾ മുൻപ് എക്സലിൽ നിന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിലും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റിൽ നിന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ യൂസസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സെയിം മെസ്സേജ് പക്ഷേ ഓരോരുത്തരുടെ പേര് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എമൗണ്ട് ഡ്യൂ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിംഗ് ആവാം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവരെയും അറിയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടെക്നിക്കാണ് ഇത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ഷീറ്റ് എടുക്കുക. ഗൂഗിൾ ഷീറ്റ് എടുക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്കൊരു മെത്തേഡ് ഉണ്ട്. sheets.new എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഒരു ഷീറ്റിലേക്ക് തന്നെയാണ് ഡയറക്റ്റ് എത്തുന്നത്. കണ്ടില്ലേ, വളഞ്ഞ വഴിയൊന്നുമല്ല, ഡയറക്റ്റ് നമ്മൾ ഗൂഗിൾ ഷീറ്റിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇതല്ലാണ്ട് മറ്റൊരു മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ എടുക്കുക. മെയിലിൽ ഗൂഗിൾ ആപ്സ് എന്ന് പറയുന്ന ഈ ഐക്കൺ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ സ്ക്രോൾ ഡൗൺ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഷീറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഈ ഗൂഗിൾ ഷീറ്റിലേക്ക് ഞാൻ കുറച്ച് നെയിംസും അതേപോലെ തന്നെ ഫോൺ നമ്പേഴ്സും കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ വേണ്ട ഫോൺ നമ്പറിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് +91 ചേർത്തിട്ടാണ്. അങ്ങനെ നിങ്ങൾ വെറുതെ പോയിട്ട് +91 എന്നിട്ടാൽ എക്സലിൽ ഒരിക്കലും അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിൽ ഒരിക്കലും +91 ആഡ് ചെയ്ത് വരില്ല. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് വേഗം ഒന്ന് നോക്കിയിട്ട് വരാം. ഞാൻ ഈ ഒരു കോളത്തിൽ 91 ഇട്ടിട്ട് കുറച്ച് ഫോൺ നമ്പേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതിനെങ്ങനെയാണ് പ്ലസ് സിമ്പിൾ മുന്നിലേക്ക് ചേർക്കാൻ നമുക്ക് നോക്കാം. = ഇടുന്നു. ദെൻ കോഡ്സിനകത്ത് പ്ലസ് എന്ന സിമ്പിൾ ഇടുന്നു. ദെൻ എന്ത് ചെയ്യണം, ആംബർസാൻഡ് എന്നുള്ള സിമ്പിൾ ഇടുന്നു. ദെൻ ഈ ഒരു സെല്ല് വന്നിട്ട് സെലക്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ദെൻ ഓട്ടോ ഫില്ലിനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമുക്ക് എല്ലാ സെൽസിലേക്കും തന്നെ നമ്മുടെ ഫോൺ നമ്പേഴ്സൊക്കെ തന്നെയും പ്ലസ് ചേർത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഈ ഒരു കോളത്തിലേക്ക് നമ്മുടെ മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണ്. = സിമ്പിൾ ഇടുന്നു. ദെൻ കോഡ്സിനകത്ത് ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഹായ്ക്ക് ശേഷം സ്പേസ് വരണമെങ്കിൽ ഹായ് കഴിഞ്ഞ് സ്പേസ് ഇട്ട് നമ്മൾ കോഡ്സ് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ആംബർസാൻഡ് ഇട്ട്, അതായത് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയിമിൻ്റെ സെല്ലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. A2. ദെൻ അഗെയിൻ ആംബർസാൻഡ്, പിന്നീട് കോഡ്സിനകത്ത് ഒരു സ്പേസ് ഇടുന്നു. ദെൻ കോമ ഇട്ടിട്ട്, അതായത് ഹായ്, ഇപ്പോൾ ഫസ്റ്റ് നെയിം സ്നേഹയാണെങ്കിൽ സ്നേഹ എന്ന് പറഞ്ഞതിന് ശേഷം ഒരു കോമ ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ എ മീറ്റിംഗ് ഹാസ് ബീൻ അറേഞ്ച്ഡ് അറ്റ് 10 AM എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോഡ്സ് ഒന്ന് ക്ലോസ് ചെയ്യുന്നു. അതായത് നമുക്ക് ടെക്സ്റ്റ് എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതെപ്പോഴും നമ്മൾ കോഡ്സിനകത്ത് തന്നെ കൊടുക്കണം. ഇനി നമ്മൾ അടുത്ത കോളത്തിലായിട്ട് ഒരു ഹൈപ്പർ ലിങ്ക് ആണ് കൊടുക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ആ ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടേക്ക് പോകണം, വാട്സപ്പിലേക്ക് പോകണം. അപ്പോൾ അതിനുള്ള ഒരു ഹൈപ്പർ ലിങ്ക് നമുക്ക് കൊടുക്കാം. = എന്നിടുന്നു. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു കോഡ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എടുക്കാവുന്നതാണ്. പാരന്തസിസ് ഓപ്പൺ ചെയ്തതിന് ശേഷം കോഡ്സിനകത്ത് https:// കൊടുക്കുന്നു. ദെൻ web.whatsapp.com എന്ന് കൊടുത്തതിന് ശേഷം ഒരു സ്ലാഷ് ഇട്ട് സെൻഡ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ? ദെൻ ഫോൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അത്രയും കൊടുത്തതിന് ശേഷം ഫോൺ = എന്ന് പറഞ്ഞ് കൊടുത്തതിന് ശേഷം നമ്മുടെ കോഡ്സ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫോൺ നമ്പറുള്ള സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിന് ഒരു ആംബർസാൻഡിൻ്റെ ഉള്ളിലാണ് നമ്മളത് കൊടുക്കേണ്ടത്. ആംബർസാൻഡ്, നമ്മൾ ആ ഫോൺ നമ്പർ കണ്ടെയ്ൻ ചെയ്യുന്ന സെൽ ആംബർസാൻഡ്. ദെൻ അഗെയിൻ നമ്മളൊരു കോഡ്സ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ നമ്മൾ ടെക്സ്റ്റ് = എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ ടെക്സ്റ്റുള്ള കോഡ്സ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ദെൻ ആംബർസാൻഡ് വെച്ചിട്ട് നമുക്ക് മെസ്സേജ് ഉള്ള സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കോമ ഇടുന്നു. ആ സെല്ലിൽ നമുക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്യണോ അതൊന്ന് കോഡ്സിനകത്ത് കൊടുക്കുകയാണ്. എനിക്കിവിടെ സെൻഡ് എന്നാണ് കോളത്തിനകത്ത് വരേണ്ടത്. അപ്പോൾ ഞാൻ അതൊന്ന് കോഡ്സിനകത്ത് കൊടുത്തതിന് ശേഷം പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു. എൻ്റർ കീ അടിക്കുന്നു. കണ്ടോ, നമുക്കിവിടെ സെൻഡ് എന്ന് ഹൈപ്പർ ലിങ്കിൽ വന്നിട്ടുണ്ട്. നമ്മളിത് താഴേക്കുള്ള സെൽസിലേക്ക് കോപ്പി ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിവിടെ ഫസ്റ്റ് ഉള്ള ആൾക്ക് മെസ്സേജ് ഒന്ന് സെൻഡ് ചെയ്ത് നോക്കാം. അതിൻ്റെ അടുത്ത് കേഴ്സർ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് ഹൈപ്പർ ലിങ്ക് കാണാം. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് വാട്സപ്പിലേക്കാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വാട്സപ്പ്. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ എപ്പോഴും എൻ്റെ വാട്സപ്പ് ലോഗിൻ ചെയ്ത് വെച്ചിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ ഫോണിൽ ലിങ്ക് ഡിവൈസ് ഒന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ലിങ്ക് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുക്കണം. നമ്മുടെ വാട്സപ്പ് മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ പേര് വെച്ച് തന്നെ നമുക്ക് ഓരോരുത്തർക്കും സെയിം മെസ്സേജ് സെൻഡ് ചെയ്യാവുന്നതാണ്. വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല.
അടുത്തയാൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ ഗൂഗിൾ ഷീറ്റ് എടുക്കുന്നു, സെൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്തവർക്ക് വരെ നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതാ ഈ ഒരു സെല്ലിൽ ഞാൻ നെയിം ഇല്ലാണ്ടാണ് നമ്പർ വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ സെൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് പോകുന്നത് കാണാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു കസ്റ്റമർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിൻ്റെ ഗ്രൂപ്പൊക്കെ നമുക്ക് മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.